ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ നമുക്ക് എങ്ങനെ ഉണക്കി സൂക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് മാങ്ങ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ കൂടുതലും മാങ്ങ കിട്ടുന്ന സമയത്ത് കൂടുതലും പഴുത്തു പോകും. പച്ചയായിട്ട് നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ എടുത്ത് ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ മാങ്ങയുടെ സീസൺ കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ച് വെച്ചിട്ടുള്ളതാണ്. മാങ്ങയുടെ മുകൾ ഭാഗം ഒന്ന് മുറിച്ചതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. മാങ്ങ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരേ അളവിൽ തന്നെ മുറിച്ചെടുക്കാൻ നോക്കണം. അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള മാങ്ങ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് മുറിച്ച് വെച്ച മാങ്ങ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഭാഗം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കല്ലുപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ അളവിൽ കല്ലുപ്പാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കിത് അടച്ച് വെക്കണം. നമ്മളിത് വൈകുന്നേരം അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. മാങ്ങ നമ്മൾ 8 മണിക്കൂർ ഇതുപോലെ അടച്ച് വെച്ച് സൂക്ഷിച്ചതിന് ശേഷം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ഉപ്പെല്ലാം മാങ്ങയിൽ പിടിച്ചതിന് ശേഷം വെള്ളം ഊറി വന്നതായിട്ട് കാണാം. ഈ വെള്ളം നമ്മൾ കളയണ്ട, പിന്നീട് നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിക്കാനുള്ളതാണ്. മാങ്ങ നമ്മൾ വെള്ളമില്ലാതെ ഇതിൽ നിന്ന് എടുത്തതിന് ശേഷം ഉണക്കി വെക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. 2 പ്ലേറ്റിലായിട്ട് വെച്ചിട്ടുണ്ട്. നിരത്തി വെച്ചതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കാം. മാങ്ങ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന വെള്ളം നമുക്ക് ഒരു സൈഡിലേക്ക് അടച്ച് വെച്ച് മാറ്റി വെക്കാം. ഈ സമയം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണക്കി സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മാറ്റി വെച്ച വെള്ളത്തിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വെയിലത്ത് വെച്ചിരുന്ന മാങ്ങ നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് ഉണങ്ങിയിട്ടുള്ള മാങ്ങയാണിത്. അപ്പോൾ ഈ മാങ്ങയിൽ നിന്ന് ഊറി വന്ന ഈ വെള്ളത്തിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം കളയേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ പിടിച്ചോളും. ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മളിത് എടുത്ത് നോക്കിയാൽ നന്നായിട്ട് തന്നെ ഇതിലുള്ള വെള്ളം മാങ്ങ വലിച്ചെടുത്തിട്ടുണ്ടാകും. ഉണങ്ങിയ മാങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ബാക്കിയില്ല. ഇനി നമുക്കിത് വീണ്ടും പ്ലേറ്റിലേക്ക് തന്നെ ഇട്ടിട്ട് ഉണക്കിയെടുക്കാം. 3 ദിവസം കൂടി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള മാങ്ങയാണ്. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങ ഉണക്കുന്ന വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.